ഓം സംന്യാസാശ്രമധർമ്മവിധാത്രീ ബ്രഹ്മജ്ഞാനസുധാരസദാത്രീ സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. മുഖം കരോതി വാചാലം ബന്ധും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. ബ്രഹ്മചര്യവ്രതീദണ്ഡീ സർവവേദാന്തപണ്ഡിത ശ്രീമദ്വിവേകയോഗീ മാം പ്രചോദയതു സർവദാ. അപാരസത്സുഖവാരിരാശേഃ യസ്യോർമിമാത്രം ഭവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗംഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. മുമ്പിലിരിക്കുന്ന 5 കുട്ടികളും മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ പുറകോട്ട് പോകണം, നിർബന്ധമായിട്ട് ചെയ്യണം. ഒരു ശല്യം ഉണ്ടാക്കാൻ പാടില്ല. കുട്ടികളോട് അസഹിഷ്ണുതയോ ഒന്നും ഉണ്ടായിട്ടല്ല, സ്ഥിരമായിട്ട് പരിപാടികളിൽ ബഹളം ഉണ്ടാക്കുന്നത് കള്ളുടിയന്മാരല്ല, കുട്ടികളാണ്. കാരണം ഇത് ലൈവിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ട്, നല്ല ഒന്നാന്തരം വക്കീലന്മാരുണ്ട്, നല്ല പ്രഭാഷകരുണ്ട്, സന്യാസിമാരുണ്ട്, പള്ളിയിൽ അച്ഛന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. ലൈവില് 10,000-കണക്കിന് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വെറുതെ ബഹളം വെക്കരുത്, ഞാൻ അന്നേരം തന്നെ നിർത്തും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഒരുപാടായിട്ടുണ്ടല്ലോ. എല്ലായിടത്തും കുട്ടികളാണ്. ക്ഷേത്രത്തിൽ കുട്ടികൾ നല്ലതാണ്, പക്ഷെ ഡിസിപ്ലിൻ വേണം. എന്തിനാ വന്നിരിക്കുന്നതെന്ന് അറിയണം കേട്ടോ. ശരി, ഇവിടെ ഞാൻ ആദ്യം ഒരു കഥ പറയാം. അധികം ഒരുപാട് സംസാരിക്കണം, നിങ്ങളോട് 1 മണിക്കൂറിലധികം സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മുടെ സംഘാടകർ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങളെ പറഞ്ഞു. സ്വാഗത പ്രസംഗകൻ പറഞ്ഞു, അതുപോലെ അധ്യക്ഷൻ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള മണിവർണ്ണൻ ജി പറഞ്ഞു. എല്ലാവരും വിശദമായിട്ട് കാര്യങ്ങൾ നന്നായി പറഞ്ഞത് കൊണ്ട് അധികം നേരമെടുക്കില്ല, വളരെ ചുരുക്കി ഞാൻ അവസാനിക്കും. 2 കാര്യങ്ങളാണ് അതിന്. ഒന്ന്, ഇവിടെ പറയേണ്ടുന്ന ആശയങ്ങളെല്ലാം വ്യക്തമായി പറയാൻ കേൾപ്പുള്ളവർ ഉണ്ട്, അവർ പറഞ്ഞു കഴിഞ്ഞു. എന്നെ സംബന്ധിച്ച് ഈ മൈക്ക് ഓപ്പറേറ്ററും പ്രസംഗിക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ് പറഞ്ഞു. ലൈവ് എടുക്കുന്നതും ഞാൻ തന്നെ, അതിന്റെ മൈക്ക് സെറ്റ് ചെയ്യുന്നതും ഞാൻ തന്നെ. ഈ വിഷയത്തിലൊന്നും വലിയ വിവരമില്ലെങ്കിലും ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്നതുകൊണ്ടുള്ള അതിന്റെ ബാറ്ററി തീർന്നു പോകും എന്നുള്ള പരിമിതി കൂടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തും. ഇവിടെ വിഷയം ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനായിട്ടുള്ള ഹിന്ദു സമ്മേളനം എന്നാണ്. നമ്മൾ ദയവ് ചെയ്ത് ഒരു പ്രസ്ഥാനത്തെ, അതായത് CPIM ആണെങ്കിൽ അവരെയും നമ്മൾ ശബരിമല വിരുദ്ധരായിട്ട് കാണരുത്. കാരണം CPIM-ൽ അകത്ത് പ്രവർത്തിക്കുന്ന നല്ല പ്രവർത്തകർ 1000-കണക്കിന് പേര് നീറിയാണ് ആ പാർട്ടിയിൽ കഴിയുന്നത് ഈ വിഷയത്തിൽ. കാരണം ഈ വിഷയത്തിൽ അവർക്ക് മറ്റ് രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടായിരിക്കാം. RSS-ഉമായിട്ടും BJP-യുമായിട്ടും ഒക്കെ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലം അവർക്കുണ്ടായിരിക്കാം. അത് വേണം. ജനാധിപത്യ രാജ്യമാണ്, വ്യത്യസ്തങ്ങളായ സ്വരങ്ങൾ ഉണ്ടാവണം, ശക്തമായ പ്രതിപക്ഷം ഒരു രാജ്യത്തുണ്ടാവണം, ഒരു സംസ്ഥാനത്തുണ്ടാവണം, നിർബന്ധമാണ്. പക്ഷെ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന വസ്തുത, CPIM-ന്റെ അകത്ത് തന്നെ എത്രയോ ചെറുപ്പക്കാര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തിൽ സർക്കാരിന് ഒരു അനാവശ്യമായ നിർബന്ധ ബുദ്ധിയുണ്ട്, അതിനെതിരെയാണ് നിങ്ങൾ പറയേണ്ടത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഞാനും പറയാറുള്ളത്. CPIM എന്ന പ്രസ്ഥാനം ഈ ജനാധിപത്യ രാജ്യത്തിന്റെ ഊടും പാവുമാണ്. എല്ലാവരും CPIM-ഉം RSS-ഉം BJP-യും കോൺഗ്രസും എല്ലാം വേണം. ഇവിടെ ഏകപക്ഷീയമായിട്ട് ഒറ്റ കക്ഷി മതി, ബാക്കി ആരും വേണ്ട എന്ന ഒരു സ്വഭാവം നല്ലതല്ല. അതിനെ ഞാൻ അംഗീകരിക്കുന്നുമില്ല. പക്ഷെ പലപ്പോഴും ഒരു ഹിന്ദു സമൂഹത്തിന്റെ ആചാരങ്ങളെയൊക്കെ പരസ്യമായിട്ട് അവഹേളിക്കാൻ തയ്യാറാവുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കാണുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട്. കാരണം അവരെന്തിനു വേണ്ടിയാണ് ഇപ്രകാരമുള്ള ഒരു മോശം ചിന്താഗതി ഒരു ജനാധിപത്യ രാജ്യത്തിൽ
ആർക്കും ഇന്ത്യൻ ഭരണഘടനയുടെ 25-ാം അനുബന്ധ പ്രകാരം ആർട്ടിക്കിൾ 25 പ്രകാരം ആർട്ടിക്കിൾ 25A പ്രകാരം ഏത് മതത്തിലും വിശ്വസിക്കാനും ആ വിശ്വസിക്കുന്ന മതത്തെ പഠിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നു. ആ സമയത്താണ് ഹിന്ദുക്കളോട് വിളക്ക് വെച്ചാൽ അന്ധവിശ്വാസമാണ്, കാവിൽ പോയാൽ അന്ധവിശ്വാസമാണ്, ഗുരുതി കഴിച്ചാൽ അന്ധവിശ്വാസമാണ്, കുറി തൊട്ടാൽ അന്ധവിശ്വാസമാണ്, കയ്യിൽ ചരട് കെട്ടിയാൽ അന്ധവിശ്വാസമാണ്, ഭഗവത്ഗീത ചുട്ടരിക്കണം, വേദങ്ങളെല്ലാം തനി നാടൻ പാട്ടുകൾ മാത്രമാണെന്നൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടും കളിയാക്കിക്കൊണ്ടും അങ്ങേയറ്റത്തെ മോശപ്പെട്ട പദങ്ങൾ കൊണ്ട് വിശേഷിപ്പിച്ചുകൊണ്ടും നവോത്ഥാന സദസ്സുകൾ അരങ്ങേറുന്നത്. അത് തെറ്റാണെന്ന് തന്നെയാണ് എന്റെ പക്ഷം. അത് എന്നാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരുത്തുന്നത് അവർക്ക് വലിയ തോതിലുള്ള ജനസ്വാധീനം കിട്ടും. ഇല്ല എങ്കിൽ ഈ കേരളത്തിൽ നിന്ന് തന്നെ അവര് അടുത്ത സമീപ ഭാവിയിൽ തന്നെ അവര് തുടച്ചു നീക്കപ്പെടും രാഷ്ട്രീയമായിട്ട്. കാരണം ഹിന്ദുക്കൾ എന്ന് പറയുന്ന ജനതയുടെ പ്രത്യേകത അവര് അങ്ങേയറ്റം സഹിഷ്ണുക്കളാണ്, എല്ലാ തരത്തിലുള്ള വിമർശനങ്ങളും ഉൾക്കൊള്ളാൻ തയ്യാറുള്ളവരാണ്, ഏതു തരത്തിലുള്ള നവോത്ഥാനത്തെയും സ്വാഗതം ചെയ്തിട്ടുള്ളവരാണ്. പക്ഷെ അവരുടെ അസ്തിത്വം തന്നെ വേണ്ട, ഹിന്ദുക്കൾ എന്ന് നിങ്ങൾക്ക് വിശേഷിച്ച് ഒരധികാരവും ഈ നാട്ടിലില്ല, നിങ്ങളുടെ ക്ഷേത്രങ്ങൾ ഞങ്ങൾ ഭരിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ആ അന്യവൽക്കരണത്തിന്റെ ഒറ്റപ്പെടുത്തലിന്റെ വേദന പേറുന്ന ഒരു ജനത രാഷ്ട്രീയമായി തിരിച്ചടിച്ചാൽ എന്ന് വെച്ചാൽ ജനാധിപത്യപരമായി വോട്ടവകാശം വിനിയോഗിച്ചാൽ CPM എന്ന പാർട്ടിക്ക് വലിയ തോതിലുള്ള അപകടം ഉണ്ടാകും, സംശയം വേണ്ട. രാഷ്ട്രീയമായിട്ട് വലിയ തോതിലുള്ള തിരിച്ചടി ബാലറ്റിലൂടെ നൽകാൻ നമുക്ക് സാധിക്കണം. കാരണം ഒരു പരിധി വിട്ടുപോയി, ഒരു പരിധി വരെയൊക്കെ ആവാം വിമർശനം. ഇപ്പോ ഇസ്ലാം മതത്തെ വിമർശിക്കാൻ കാണിക്കാത്ത ധൈര്യം, ക്രിസ്തു മതത്തെ വിമർശിക്കാൻ കാണിക്കാത്ത ധൈര്യം എപ്പോഴും എന്നും നവോത്ഥാനം എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുവിനെ നന്നാക്കലാണെന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അത് വളരെയധികം ഒരു പാർട്ടിയുടെ യശസ് കെടുത്തുന്നതാണെന്ന് അവർ ചിന്തിച്ചാൽ അവർക്ക് കൊള്ളാം. അത്രമാത്രം അവരോട് പറയട്ടെ. ഇനി എനിക്ക് പറയാനുള്ളത് തമാശ കഥയാണ്. ഈ തമാശ കഥകളിലൊക്കെ പല തത്വങ്ങളും ഉണ്ട്. ഈ ശിക്കാരി ശംഭു എന്നൊരാളെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ബാലരമയിലും പൂമ്പാറ്റിലൊക്കെ വന്നിട്ടുള്ള കഥകളാണ്. അതൊക്കെ ഇന്നത്തെ കാലത്ത് എത്രയധികം പക്വമായി ചേർന്നു വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു നാട്ടില് കുടിയിറങ്ങിയപ്പോ പിടിക്കാൻ വേണ്ടി ശിക്കാരി ശംഭുവിനെ കൊണ്ടുപോകും. എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ശിക്കാരി ശംഭു നാട്ടിലേക്ക് വന്നു. അങ്ങനെ പുലിയെ കാണുന്നില്ല, പുലി കുറ്റിക്കാട്ടിലേക്ക് ഒളിച്ചുകൂടി. ഇയാള് രാത്രി മുഴുവൻ ഒരു മരത്തിന് മേലെ കാവലിരുന്നു. ശിക്കാരി ശംഭു തോപ്പൊക്കെ മരത്തിന് മേലെ ഇയാൾ ഇരുന്നത് ഇയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് നേരെ താഴെ പുലി വന്നിരുന്നു. പുലിയെ പേടിച്ച് താഴെ ഇറങ്ങാതെ ഇരുന്ന് മരക്കൊമ്പിലിരുന്ന് ഉറങ്ങിപ്പോയ ശിക്കാരി ശംഭു പുലർച്ചെയായപ്പോഴേക്കും ഉറങ്ങി ബോധം കെട്ട് പുലിയുടെ മണ്ടയ്ക്ക് വീണ് പുലി ചത്തു. ചത്ത വടി ഒരു ആചാര്യവെടി പോലെ അറിയാതെ തോക്കിൽ നിന്ന് വെടി പൊട്ടിയിട്ട് നാട്ടുകാർ മുഴുവൻ വെടിശബ്ദം കേട്ട് ഓടി വരുമ്പോ ശിക്കാരി ശംഭുവിന് കാര്യം പിടികിട്ടി, പുലി ചത്തു. ഇനി ചത്ത പുലിയുടെ ക്രെഡിറ്റ് ഞാൻ കൊന്നതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് അതിന്റെ മേലെ കാലൊക്കെ എടുത്ത് വെച്ചിട്ട് തോക്കൊക്കെ വെച്ചിട്ട് ഒരു നവോത്ഥാന നായകന്റെ ലുക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് ശിക്കാരി ശംഭു. ഇതുപോലെ ഈ കേരളം 1957 മുതൽ ഭരിച്ചിരുന്ന ഇടതുപക്ഷം ഇതുവരെ പറയാത്തൊരു നവോത്ഥാനമായിരുന്നു യുവതികൾക്ക് ശബരിമലയിൽ പ്രവേശനം വേണമെന്നത്. അവർക്ക് അറിയാഞ്ഞിട്ടല്ല അവിടെ യുവതികൾ പ്രവേശിക്കുന്നത്, അവർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു നവോത്ഥാനം അവിടെ വേണമെന്ന് അവരൊരു 70-കളിലെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവർ ഇപ്പോൾ പറയുന്ന നവോത്ഥാന ആശയങ്ങൾക്ക് ഒരു പിൻബലമുണ്ടെന്ന് വിശ്വസിക്കാം. ഇത് കോടതി മയങ്ങി ബോധം കെട്ട് ആചാരത്തിന്റെ തലയിൽ വീണതാണ്. അത് അല്ലെ ശിക്കാരി ശംഭു നമ്മുടെ മുഖ്യമന്ത്രി ബോധം കെട്ട് അതിന് മേലേക്ക് വീണതാണ്. അദ്ദേഹം അതിനെ വിപ്ലവമാക്കി മാറ്റിയിരിക്കുക. കോടതി വിധിയെ വിപ്ലവത്തിനായിക്കൊണ്ട് എടുക്കുക എന്നത് തന്നെ തെറ്റായ പ്രവണതയാണ്. കോടതി ഒരു അഭിപ്രായം പറയുന്നത് കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള രേഖകളെ പരിശോധിച്ച ശേഷമാണ്. ആ സമർപ്പിക്കപ്പെടുന്ന രേഖകൾ കൃത്യമായിട്ട് ലക്ഷ്യത്തോടുകൂടി ചെത്തിയൊരുക്കുകയാണെങ്കിൽ കോടതിക്ക് മുമ്പിൽ അത്ര ചിത്രമേ കിട്ടൂ. കോടതിയെ സംബന്ധിച്ച് ശബരിമലയിലെ ആചാര സവിശേഷതകളെ പറ്റി വേണ്ടത്ര ബോധ്യം വന്നിട്ടില്ലെങ്കിൽ അത് വരുത്താൻ സർക്കാരിന് കഴിയണമായിരുന്നു. സർക്കാർ ജയ്ദീപ് ഗുപ്തയല്ലേ അവിടെ കൊടുത്ത അഫിഡേവിറ്റ് കൊടുത്തത്. അഫിഡേവിറ്റ് എഴുതിയിരിക്കുന്നത് ശബരിമലയിൽ യുവതികൾ കയറാത്തത് അവിടുത്തെ ആചാരമല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സ്ക്ലൂസീവ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഇത് ഹിന്ദുക്കളുടെ ഒരു മതാചാരത്തിന്റെ ഭാഗമല്ല എന്ന് കൊടുത്തതിന്റെ പ്രകാരമാണ്
സുപ്രീം കോടതി പറഞ്ഞത് അങ്ങനെ മതാചാരത്തിന്റെ ഭാഗമല്ലെങ്കിൽ പിന്നെ അവിടെ യുവതികൾ കയറിയാൽ എന്താണ് പ്രശ്നമെന്ന് കോടതി ചിന്തിക്കുന്നത് ന്യായമായ ചിന്തയാണ്. കാരണം കോടതിക്ക് മുമ്പിൽ സർക്കാർ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് കൊടുത്തിരിക്കുന്ന അഫിഡേവിറ്റ് സത്യവാങ്മൂലം വളരെ പ്രസക്തമാണ്. അത് നോക്കിക്കൊണ്ടാണ് കോടതികൾ വിധി പ്രസ്താവിക്കുന്നത്. അത് കോംപ്രിഹെൻസീവ് വേർഡിക്റ്റ് ഒന്നും അല്ലാത്തതുകൊണ്ടാണ് വീണ്ടും കോടതി ജനുവരി 22-ാം തീയതി വാദം കേൾക്കാൻ ഇരിക്കുന്നത്. വീണ്ടും റിട്ട് ഹർജികൾ മുഴുവൻ 49ഓളം റിട്ട് ഹർജികൾ വീണ്ടും പരിശോധിക്കാൻ കോടതി ഇരിക്കുകയാണ്. അങ്ങനെ ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കോടതി സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞ് അതിനുശേഷം വമ്പിച്ച ജനമുന്നേറ്റം ഉണ്ടായി. ആ ജനമുന്നേറ്റത്തിൽ അനേക ലക്ഷം യുവതികൾ പങ്കെടുത്തു. യുവതികൾ പങ്കെടുത്തതിനാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അയ്യപ്പന്റെ ആചാര സവിശേഷതയെ അതുപോലെ നിലനിർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ മല കയറില്ല. ഞങ്ങളുടെ 50 വയസ്സ് വരെ 10 വയസ്സിന് ശേഷം 50 വയസ്സ് കഴിയാതെ ഞങ്ങൾ കയറില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്ത്രീകൾ യുവതികൾ റോഡിലിറങ്ങി. അതൊരു ക്രമസമാധാന പ്രശ്നമായിട്ട് ഉരുത്തിരിഞ്ഞ് വരാഞ്ഞത് അത് ഹിന്ദുക്കൾക്ക് നേരെയുള്ള ഒരു വിധിയായതുകൊണ്ടാണ്. നമ്മൾ ഒരിക്കലും ഒരു കടയ്ക്ക് കല്ലെറിയുകയോ ഒരു ടയർ കുത്തി കയറുകയോ KSRTC ബസ്സിൽ കല്ലെറിയുകയോ ചെയ്തിട്ടില്ല. ഈ വിഷയത്തിന്റെ പേര് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം അനുസരിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ബാധ്യത. കാരണം നമ്മൾ ഹിന്ദുക്കൾ ഒരു സ്മൃതി ഗ്രന്ഥത്തിന്റെ മൂല്യം കൊടുത്തുകൊണ്ടാണ് ഭരണഘടനയെ കാണുന്നത്. അത് നശിപ്പിക്കാൻ പാടില്ല. ഭരണഘടനയെ നമ്മൾ ബഹുമാനിക്കേണ്ടതാണെന്ന ചിന്ത ഹിന്ദുക്കൾക്ക് എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മളാരും ഒരു അക്രമ സമരത്തിലൂടെ വിധി മാറ്റാമെന്ന ചിന്തയുള്ളവരല്ല, ആയിരുന്നിട്ടില്ല ചരിത്രത്തിൽ ഒരിക്കലും. ഇവിടെ ഞാൻ പറയുന്നത് സർക്കാർ മയങ്ങ് വീണ് പുലിയുടെ മേലേക്ക് വീണ് പുലിയെ കൊന്നതുപോലെയാണ്. അത് കൊന്നത് കോടതി വിധിയുടെ പേരിലാണ്. കോടതി വിധിയാണ് ആചാരം അങ്ങനെ പാടില്ല, മറിച്ച് സ്ത്രീകൾ കയറണമെന്ന് വിധി പ്രഖ്യാപിച്ചത്. അത് നവോത്ഥാനമാണ്, ഞങ്ങൾ നേടിയതാണെന്ന് പറഞ്ഞുണ്ടാക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം നമ്മൾ കാണുന്നു. എങ്കിൽ നിങ്ങളിത് നേടിയതാണെങ്കിൽ ഇത്ര കാലം ഇവിടെ കേരളം നിങ്ങൾ ഭരിച്ചിട്ടും ആദ്യമായി കേരളം ഒരു ബാലറ്റിലൂടെ ഭരിക്കുന്നത് നിങ്ങളാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ അത് പറഞ്ഞില്ല? അത് നവോത്ഥാനമായി നിങ്ങളുടെ പട്ടികയിൽ വരാഞ്ഞത് എന്താണ്? എന്തുകൊണ്ട് എല്ലാവരും മാനിക്കുന്ന നാരായണ ഗുരുദേവൻ, നാം എല്ലാം മാനിക്കുന്ന നവോത്ഥാന നായകൻ, നവോത്ഥാന നടുനായകൻ ആയിട്ടുള്ള നാരായണ ഗുരുദേവൻ എന്തുകൊണ്ടാണ് ശബരിമലയിൽ ഇത് അനാചാരമാണെന്ന് തോന്നാഞ്ഞത്? കാരണം അത് അനാചാരമല്ല, ആചാര സവിശേഷത മാത്രമാണ്. അവിടെ പോയാൽ കൊന്നുകളയുമെന്ന സാഹചര്യമൊന്നുമില്ല. പോവരുത് എന്നത് നമ്മുടെ ജാഗ്രതയാണ്. കാരണം അത് ഋഷീശ്വരന്റെ കോവിലാണ്, സിദ്ധപുരുഷന്റെ കോവിലാണ്. അവിടെ പോകാൻ ചില നിയമങ്ങളുണ്ടെന്ന് ആ നിയമങ്ങളെ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, അത്രമാത്രം. അതുപോലെ തന്നെ വാവരസ്വാമിയുടെ ആരാധന ഇതിനോട് ഒത്തതാണ്. വാവരസ്വാമിയുടെ പള്ളിയിലും സ്ത്രീകൾ കയറുന്നില്ല. ആരാണോ ശബരിമലയ്ക്ക് പോകുന്നത് അതേ ആചാരമാണ് വാവരസ്വാമിക്ക് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരൊറ്റ നവോത്ഥാന സദസ്സിൽ പോലും ഒരു CPM നേതാവോ അവരുടെ ബുദ്ധിജീവി കേന്ദ്രങ്ങളോ എന്തുകൊണ്ടായിരിക്കാം വാവരസ്വാമിയിലും വിപ്ലവം വരണമെന്ന് പറയാത്തത്? ശബരിമലയിൽ പോകുന്ന യുവതികളൊക്കെ ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ എരുമേലിയിൽ നിന്ന് വാവര പള്ളിയിൽ കയറിയിട്ട് അവിടെ നമസ്കരിച്ചിട്ട്, മുസ്ലിം സ്ത്രീകൾ പോകുന്നുണ്ടെങ്കിൽ അവിടെ നിസ്കാരം ചെയ്തിട്ട് വേണം അയ്യപ്പനെ കാണാൻ എന്ന് നവോത്ഥാന പുതുകികളായിട്ടുള്ള ഈ നവോത്ഥാന നായകർ പറയാത്തത് തന്നെ ഇവർക്ക് മതേതരത്വം എന്നതിനെ പറ്റി ബോധ്യമില്ലെന്നും ഇവർക്കുള്ളത് ഹിന്ദു വിരുദ്ധത മാത്രമാണെന്നതിന്റെ തെളിവാണ്. ഇതാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് എത്ര സുനിൽ പിള്ളയുടെ പ്രസംഗിക്കുന്നു, എത്രയോ മറ്റുള്ള ആളുകൾ പ്രസംഗിക്കുന്നു, അവരൊന്നും എന്തുകൊണ്ടാണ് വാവര പള്ളിയിൽ പോകുന്നത് കൂടെ ശബരിമലയുടെ ആചാരത്തിന്റെ ഭാഗമാണ്? എന്തുകൊണ്ട് അവിടെ കൂടെ ആ പള്ളിയിൽ കൂടെ കാരണം പറയുന്നില്ല? കാരണം ഇസ്ലാം മതത്തിൽ പൊതുവായി ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് നിസ്കരിക്കുന്ന പരിപാടിയില്ല. ആ ആചാരത്തെ ഇവർ മാനിക്കുന്നു. അവിടെ നവോത്ഥാനം വേണമെന്ന് ഇവർ കരുതുന്നില്ല. ഇപ്പുറത്ത് എല്ലാം തച്ചുടയ്ക്കണം, എല്ലാം മാറ്റണം, എല്ലാം ലംഘിക്കണം എന്ന് പറയുന്നു. അപ്പൊ എളുപ്പത്തിൽ ഓടിക്കേറാവുന്ന ചാഞ്ഞ മരമായി ഹിന്ദു സമാജത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നവര് അവർക്ക് രാഷ്ട്രീയമായി വലിയ തിരിച്ചടികൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഉണ്ടാവും. അതവിടെ നിൽക്കട്ടെ, ഗൗരവം പറയണ്ടേ. നീ ശിക്കാരി ശംഭുവിന്റെ കഥ ഒന്നാമത്താണ്. രണ്ടാമത്തെ കഥ ഞാൻ എഴുതിക്കൊണ്ടുവന്നല്ല, ഇവരുടെ നോട്ടീസാണ്. രണ്ടാമത്തെ കഥ നമുക്കറിയാം, താലിബാൻ. താലിബാൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വിദ്യാർത്ഥി എന്ന് മാത്രമാണ്. മതവിദ്യാർത്ഥി, മതം പഠിക്കുന്ന വിദ്യാർത്ഥി എന്നാണ് താലിബാൻ എന്ന വാക്കിന്റെ അർത്ഥം. അവരുടെ കൂട്ടായ്മയാണ് അവിടെ നടക്കുന്നതെന്നാണ് അവർ പറയുന്നത്.
ഇന്ത്യൻ പരിപ്രേക്ഷ്യത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥി കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞ അതിന്റെ തത്തുല്യമായ പരിവർത്തനമാകും താലിബാൻ. ഇന്ത്യൻ സ്റ്റുഡൻസ് മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് മതവിദ്യാഭ്യാസം നടത്തുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ നടത്തും. താലിബാന്റെ ഈ ഹാരോവിംഗ് ആയിട്ടുള്ള ഈ മനുഷ്യാവകാശ ലംഘനവും സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള ഒരു വലിയ ജനത അഫ്ഗാനിസ്ഥാനില് റേഡിയോ പോലും കേൾക്കാൻ കഴിയാതെ, റേഡിയോ വെച്ചാൽ പോലും അത് മതത്തിന് വിരുദ്ധമാണെന്ന് കരുതിയിരുന്ന ഒരു ഇരുണ്ട കാലം 1800-കളിലല്ല, ഈ 2006 വരെ ഉണ്ടായിരുന്നു. അത് പെട്ടെന്നാണ് പരിഷ്കരിക്കപ്പെട്ടത്. താലിബാന്റെ ആളുകള് റാൻഡം ഫയറിംഗിൽ വളരെ പേര് കേട്ടവരാണ്. റാൻഡം ഫയറിംഗ് അല്ലെങ്കിൽ ക്രിമിനോളജിയിൽ പറയും ഹിറ്റ് ആൻഡ് റൺ. അതായത് ഇപ്പോൾ ഒരു സമ്മേളനം നടക്കുന്നു, നമ്മളെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു ശത്രുവിന്റെ ഒരു ട്രക്ക് ഉടനെ ഊട്ടിച്ച് കയറ്റിട്ട് ഒറ്റ ഓട്ടം, ഹിറ്റ് ആൻഡ് റൺ എന്ന് പറയും ക്രിമിനോളജി. അപ്പൊ അങ്ങനെയുള്ള പ്രതികളെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്ന ഒരു വിഭാഗമാണ് താലിബാൻ. സ്കൂള് നമുക്കറിയാമല്ലോ, നമ്മുടെ കുട്ടിയുടെ പേര് വിദ്യാഭ്യാസം ചെയ്ത് പോയ കുട്ടി മലാല യൂസഫ്സായി. മലാല യൂസഫ്സായിക്ക് വെടിയേൽക്ക കാരണം എന്താണ്? അവള് വിദ്യാഭ്യാസം ചെയ്തു എന്നതാണ്. പെൺകുട്ടികൾ വിദ്യാഭ്യാസം ചെയ്താൽ തലക്ക് ചുറ്റി വെടിവെക്കണം എന്ന് പറയുന്ന ആളുകളാണ്. അപ്പൊ അവിടെ ഊരുവിലക്കുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ഇരുണ്ട യുഗം വളരെ പണ്ട് കാലത്തല്ല, മനസ്സിലാക്കണം. സ്കൂളുകൾ ആക്രമിക്കുക എന്നുള്ള അവരുടെ ശൈലിയാണ്. കാരണം പൊതുവിദ്യാഭ്യാസം അല്ലെങ്കിൽ യൂറോപ്യൻ രീതിയിലുള്ള വിദ്യാഭ്യാസം, അതുമല്ലെങ്കിൽ മതമല്ലാത്ത വിദ്യാഭ്യാസം ഏതും എതിർക്കപ്പെടേണ്ടതാണെന്നൊരു ചിന്ത താലിബാനുണ്ട്. പഠിക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കണം? മതവിദ്യാഭ്യാസമായിരിക്കണം എന്നാണ് അവർ കരുതുന്നത്. അങ്ങനെ ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ ഒരു മനുഷ്യാവകാശ ലംഘനം നടക്കുന്നുണ്ടോ അതിനെതിരെ പ്രതികരിക്കുന്ന ഇന്റർനാഷണൽ സൊസൈറ്റിയാണ്, അന്താരാഷ്ട്ര സമിതിയാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. അതിൽ അവിടെ നടക്കുന്ന ക്രൂരതകൾ എങ്ങനെയാ വെച്ചാൽ രാത്രിയിലൊക്കെ ഇടിച്ചു കയറി റെയ്ഡ് നടത്തുക, ശത്രുക്കളുടെ പാളയത്തിലേക്ക് AK-47 കടന്നു ചെന്നിട്ട് വെടിവെക്കുക, തുരുതുര വെടിവെക്കുക. ആ റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് വളരെ മുമ്പ്. ഈ റിപ്പോർട്ട് 2006 വന്നതാണ്, ഒക്ടോബർ മാസം. ആ റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ. ഇപ്പൊ ശബരിമലയിലൊക്കെ നടന്നിട്ടുള്ള പോലീസ് നടപടി ആംനസ്റ്റി ഇന്റർനാഷണൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് 100% മനുഷ്യാവകാശ ലംഘനമാണ്. കൃത്യമായി അതിന് അന്താരാഷ്ട്ര കോടതികളിൽ മറുപടി പറയേണ്ടി വരും, സംശയമില്ല. കാരണം ലോകത്തെല്ലായിടത്തും ക്രിമിനോളജി എന്നത് ഒന്നാണ്. മനുഷ്യാവകാശ ലംഘനം എന്ന് പറഞ്ഞാൽ കൂടിയിരുന്ന് ആ ക്ഷേത്രത്തിലെ ദേവതയുടെ നാമം ഒരുമിച്ച് ജപിച്ചാൽ കൂട്ട അറസ്റ്റ് എന്നത് കേരളത്തിൽ മാത്രം കേട്ടുകേൾവിയുള്ളതാണ്. ഇപ്പോ 10 പേര് കൂടിയിരുന്ന് സ്വാമിയെ ശരണം ശരണമെന്ന അയ്യപ്പ, സ്വാമി അല്ലാതൊരു ശരണമില്ല അയ്യപ്പ എന്ന് വിളിച്ചാൽ അത് ഒരു തരത്തിലുമുള്ള സമാധാന ലംഘനമല്ല, വർഗീയവാദമല്ല, മതനിരാസമല്ല, മറിച്ച് ആരാധനാക്രമമാണ്. അത് നിശ്ചയിക്കേണ്ടത് ആരാധനാലയത്തിന്റെ നടത്തിപ്പുകാരായിട്ടുള്ള തന്ത്രി സമാജമാണ്. കാരണം ആരാധനാ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇന്നതാണെന്ന് പറയുന്നത് തന്ത്രിയാണ്. ആ കാര്യങ്ങളൊക്കെ ഒരു സംസ്ഥാനത്തിന്റെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഏറ്റെടുക്കുന്ന അതിദാരുണമായ കാഴ്ചയാണ് കേരളം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഒന്നാന്തരം മത വിദ്വേഷമാണ് അതിലൂടെ നമുക്ക് വായിക്കാൻ കഴിഞ്ഞത്. അത് ലോകോത്തരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനമാണ്. അതിനെതിരെ ഒരുപാട് ശബ്ദങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമി അടക്കമുള്ള മഹാമനീഷികളായിട്ടുള്ളവരുടെ ശ്രദ്ധയിൽ ഈ നടപടി, കേരള പോലീസിന്റെ നടപടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുമെന്നതിൽ സംശയമില്ല. ഏതായാലും താലിബാനെ പറ്റി പഠിച്ച ഇവർ പറഞ്ഞത് വീടുകളിലേക്കൊക്കെ രാത്രി സമയത്ത് കയറി ഇടിച്ചു ചെന്നിട്ട് വെടിവെച്ചുകൊള്ളു, വിദ്യാഭ്യാസം ചെയ്യുന്ന സ്ത്രീകളെ വെടിവെച്ചുകൊള്ളു. എന്തിനാണ് പറഞ്ഞത് വെച്ചാല് അത് നമ്മുടെ താലിബാൻ എന്ന് വിചാരിച്ച് വിശ്വസിക്കും. താലിബാൻ എന്ന് പറഞ്ഞാൽ ലോകോത്തര തീവ്രവാദ സംഘടനയാണ്, ഭീകരവാദ സംഘടനയാണ്, നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ നിങ്ങളുടെ നാട്ടിൽ കണ്ണൂരിൽ ആർക്ക് എന്ത് സുരക്ഷയാണുള്ളത്? നിങ്ങളൊന്ന് പറയും.
21ാം നൂറ്റാണ്ടാണ്, നവോത്ഥാനമാണ്, മാനവികതയാണ്, പുരോഗമനമാണ്, മനുഷ്യ സ്നേഹമാണെന്നൊക്കെ പറയുന്ന നിങ്ങൾ അധ്യാപകനെ 30 കുട്ടികളുടെ മുമ്പിലിട്ട് വെട്ടിക്കൊന്നവരല്ലേ? അപ്പൊ ഇത് പറയാവുന്ന കഥ ഞാൻ പറയാം. ഹോളിവുഡിൽ നിന്ന് താലിബാൻ നടത്തിയിട്ടുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ക്രൂരതകളെ പറ്റി പഠിച്ചൊരു ചലച്ചിത്രം നിർമ്മിക്കാൻ വേണ്ടി ഹോളിവുഡിലെ ഒരു സംവിധായകൻ കേരളത്തിൽ വന്നിട്ട് ചില ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നു. അദ്ദേഹം വന്ന സമയത്ത് കണ്ണൂരാണ് വന്നത്. കഥയാണേ, കണ്ണൂർ വന്ന് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന കോളേജിലൊക്കെ പോയിട്ടുള്ള ഒരാളെ കണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് സംസാരിക്കവേ, ഇങ്ങനെ സംസാരിച്ചു വരുന്ന സമയത്ത് ഹോളിവുഡ് സംവിധായകൻ പറഞ്ഞു, ഞാൻ എടുക്കാൻ പോകുന്ന സിനിമ കേട്ടാൽ അറയ്ക്കുന്ന, മനസ്സു തകരുന്ന, മനുഷ്യത്വരഹിതമായ ക്രൂരതയുടെ ദൃഷ്ടാന്തമായിട്ടുള്ള താലിബാന്റെ ആക്രമണ ശൈലിയെ പറ്റിയാണ് ഞാൻ സിനിമ എടുക്കാൻ പോകുന്നത്. അത് കേട്ടിട്ട് ഇവിടെയുള്ള കണ്ണൂർക്കാരൻ ചിരിക്കുകയാണ്. കണ്ണൂർക്കാരൻ ചോദിക്കണം, നിങ്ങൾ എന്ത് സിനിമ എടുക്കാൻ പോകുന്നു? അല്ല, താലിബാൻ എങ്ങനെയെന്ന് വെച്ചാൽ ജീപ്പിൽ ഇങ്ങനെ ഒരു സംഘം വരും, ഒരു 10-12 പേര് AK-47 4 ദിക്കിലേക്ക് ചൂണ്ടിക്കൊണ്ട് വന്നിട്ട് അവരുടെ ശത്രുപാളയത്തിലുള്ള ആളുകളെല്ലാം വെടിവെച്ചു. ശരി, അതിന്റെ ചിത്രം നിങ്ങളുടെ കയ്യിലുണ്ടോ? കുറെ വീഡിയോ ഫുട്ടേജ് കണ്ണൂർക്കാരൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് കണ്ടു. പിണറായിയുടെ ബസ് സ്റ്റോപ്പിലാണ് കണ്ടത്. അങ്ങനെ കൂട്ടിക്കോ, കഥ പറയുമ്പോ കുറച്ച് രസം വേണ്ടേ? അങ്ങനെ കുറച്ച് പേര് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഈ ബസ് സ്റ്റോപ്പിന്റെ പുറകിലേക്ക് നോക്കിയപ്പോ അവിടെ ഒരു മരത്തിൽ കുറെ രക്തത്തുള്ളികൾ ഇങ്ങനെ കറ പിടിച്ച് കിടക്കുന്നതായിട്ട് കണ്ടപ്പോ ഹോളിവുഡ് സംവിധായകൻ നമ്മുടെ കണ്ണൂർക്കാരോട് ചോദിച്ചത്, അല്ല ചങ്ങാതി ഇതെന്താ സംഭവം? അപ്പൊ അയാൾ പറഞ്ഞു, ഇതൊരു RSA വെട്ടിക്കൊന്ന, അതുകൊണ്ട് രക്തം തെറിച്ച് കിടക്കുന്ന. അപ്പൊ തന്നെ ഇയാൾ ഹോളിവുഡ് സംവിധായകൻ പേടിച്ചു. അയ്യോ അതെന്താ അങ്ങനെ? അപ്പൊ കുറച്ച് അപ്പുറത്ത് പട്ടികൾ എന്തോ കടിച്ചു പിടിക്കുന്നുണ്ട്. എന്താണത്? അതുകൊണ്ട് മാംസ. ഇത് കേട്ടോടുകൂടി തല ചുറ്റിയിട്ട് ഓക്കാനം വന്ന് ഛർദിക്കാൻ വന്നിട്ട് നിലത്ത് ഇരുന്നു പോയി ഹോളിവുഡ് സമയം. അയാൾ താലിബാൻ 3 വർഷം പഠിക്കാൻ പോയ ആള്. ഇരുന്നിട്ട് അയാള് ചോദിച്ചു, അല്ല സുഹൃത്തെ, നിങ്ങൾ എന്ത് ലാഘവത്തോടെ എന്നൊക്കെ പറയുന്നത്? ഇവിടെ നിശ്ചിത സംഭവം, മനുഷ്യരെ ജീവൻ തുടിക്കുന്ന മനുഷ്യരെ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലുന്ന, ഇന്നോവ ഇടിച്ച് നിലത്തിട്ടിട്ട് 51 വെട്ടിക്കൊല്ലുന്ന, മുഖം വികൃതമാക്കുന്ന, ലോകം കേട്ടിട്ടില്ലാത്ത മനുഷ്യത്വരഹിതമായ കൊലപാതകങ്ങൾ അരങ്ങേറുന്ന നിങ്ങൾ ഞങ്ങളോട് നവോത്ഥാനം പറയുമ്പോൾ അതിലൊരു തമാശയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഹോളിവുഡ് സംവിധായകർ കേട്ടിട്ട് തകർന്നു പോയി. അയാൾ പറഞ്ഞു, അയ്യോ അങ്ങനെയാണോ? അതെ, അത് എതിർ പാർട്ടിയെ മാത്രമല്ല കൊല്ലുക, അകത്തു നിന്ന് ആരെങ്കിലും വിയോജിപ്പ് പ്രകടിപ്പിച്ച് അല്പം ഇടത്തു നിന്ന് അല്പം വലത്തോട്ട് മാറിയാൽ അവനെയും കൊല്ലും. എതിർപ്പാളയത്തെ മാത്രമല്ല കൊല്ലുക, സ്വന്തക്കാരെയും കൊല്ലും. എതിർപ്പ് പറഞ്ഞാൽ, എതിർപ്പിന്റെ ഒരു സ്വരം നേരിയ ഞെരക്കം ഉയർന്നാൽ കൊന്നുകളയണമെന്ന ഗോത്ര നീതിയാണ് ഈ നവോത്ഥാനം പുറത്തു പറയുന്ന ആളുകളുടെ ഉള്ളിലിരിക്കും. തനി ഗോത്രവർഗക്കാരാണ്. ഇപ്പൊ കണ്ടില്ലേ, ഏതൊരു ദ്വീപിലേക്ക്, ആഫ്രിക്കൻ ദ്വീപിലേക്ക് മതം പഠിപ്പിക്കാൻ വേണ്ടി പോയ ക്രിസ്ത്യൻ മിഷണറിയെ ആദിവാസികൾ അമ്പെയ്ത് കൊന്നു. അവിടെ ചോദ്യവും പറച്ചിലും കൊല്ലണം എന്നതാണ്. കൊല്ലുക, ആളെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കണം. ആ ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് നിങ്ങൾ എല്ലാം വായിക്കേണ്ടതാണ്. താലിബാൻ ആദ്യം ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും. ഇന്ന ആൾക്കാർ, ഇവരൊക്കെയാണ് നമുക്കെതിരെ പ്രവർത്തിക്കുന്നവർ, അവരെയൊക്കെ ഓരോരുത്തരായിട്ട് കൊന്നൊടുക്കുക, ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക. അങ്ങനെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി പ്രവർത്തിക്കുന്ന, നിയമവാഴ്ചയുള്ള നാട്ടിൽ അങ്ങേയറ്റത്തെ കിരാത വാഴ്ച നടത്തുന്ന ഒരു നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ എന്നോട് സംസാരിക്കുന്നത്. അവിടെ അധ്യാപകനെന്നില്ല, വൃദ്ധനെന്നില്ല, കുഞ്ഞെന്നില്ല, സ്ത്രീ എന്നില്ല, ആർക്കും അടിവിട്ടും ആരെയും വിട്ടും. മാനവികതയാണ്, നവോത്ഥാനമാണ്, പുരോഗമനമാണ്. വീടിന്റെ കഥല് ചവിട്ടിക്കൂടെ ഏത് നിമിഷമാകത്തില്ലല്ലോ. അടിയും തിരിച്ചടിയും ഉണ്ട് കേട്ടോ. ഏകപക്ഷീയമായിട്ട് CPM ഇതെല്ലാം ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്, അടിക്ക് തിരിച്ചടിയും ഉണ്ടാവാറുണ്ട്. ഇത് നമ്മൾ നിർത്താതെ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം എന്നൊക്കെ പറയുന്നതൊക്കെ കുറച്ച് അല്പം ബോധമുള്ളവർ ചിന്തിക്കില്ലേ? രാഷ്ട്രീയ എതിരാളികൾ, അകത്തു നിന്ന് പുറത്തു പോയവരെ പോലും മനുഷ്യത്വത്തിന് വിരുദ്ധമായിക്കൊണ്ട് കൊല്ലുന്നവരാണ് നവോത്ഥാനം പറയുന്നത്. അങ്ങേയറ്റത്ത് നൃശംസതയല്ലേ അത്? അവസാനം ഹോളിവുഡ് സംവിധായകൻ ഈ ഇവിടെ നടന്നിട്ടുള്ള 268 കൊലപാതകൻ അല്ലെ, അത്രത്തോളം കൊലപാതകങ്ങളുടെ കഥയൊക്കെ കേട്ടിട്ട് അയാളുടെ രക്തം മരവിച്ചു പോയി. അയാൾക്ക് ഒരുവിധം പിച്ചുമ്പയും പറയാൻ ഭ്രാന്തായി. അങ്ങനെ
പൂളപ്പാറയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് അവിടെ നമ്മുടെ വൈദ്യുതി വകുപ്പുമായി സഹകരിച്ചിട്ടാണ് ഷോക്ക് അടിപ്പിക്കും. ഷോക്ക് അടിച്ച വൈദ്യുതി വകുപ്പിൽ നിന്ന് നേരിട്ടെടുത്ത ഷോക്ക് ഏറ്റതിനെ തുടർന്ന് അയാൾ തെറി പറയാൻ തുടങ്ങിയതാണ്. കഥയുടെ അന്ത്യം അതാണ്. ലജ്ജയില്ലാതെ തെറി പറയാൻ തുടങ്ങിയതാണ്. ഇങ്ങനെ മനുഷ്യൻ കേട്ടിട്ടില്ലാത്ത രീതിയിൽ ഹിന്ദുക്കളെയും അവരുടെ ആചാരങ്ങളെയും ഇങ്ങനെ പരസ്യമായി അപമാനിക്കുന്ന ലജ്ജയില്ലാത്ത ഒരു വിഭാഗം. സ്വന്തം അണികൾ ആരെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചാൽ അവരെയും വെട്ടിക്കൊല്ലണമെന്ന് ചിന്തിക്കുന്ന ചിന്താഗതി, ഇത് കഷ്ടമാണ്. അതുപോലെ തന്നെ ഒരു രാജ്യത്തെ പോലീസിംഗ് സംവിധാനം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ആ രാജ്യത്ത് നിയമവാഴ്ച ഉണ്ടെന്ന് ഉറപ്പുവരുത്താനാണ്. അവിടെ വ്യക്തിക്ക് അവന്റെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നില്ല, ഓരോ വ്യക്തിയും നിർഭയനായി നിയമവിധേയമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താനാണ് പോലീസിംഗ് സംവിധാനം. ഈ പോലീസിംഗ് സംവിധാനത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ കുറച്ച് പുറകോട്ട് പോകേണ്ടതുണ്ട്. ഒരു 16-ാം നൂറ്റാണ്ടില് ഫ്രാൻസിൽ തെമ്മാടികളുടെ റോഡിൽ നിരങ്ങിക്കൊണ്ട് കടകൾ കൊള്ളയടിക്കുന്ന, സ്ത്രീകളെ പരസ്യമായി അപമാനിക്കുന്ന, ആളുകളെ വെട്ടിക്കൊല്ലാൻ മടിയില്ലാത്ത മോഷ്ടാക്കളുടെയും ക്രിമിനൽസിന്റെയും കുറ്റവാളികളുടെ എണ്ണം വല്ലാതെ പെരുകിയപ്പോ അവിടുത്തെ പോലീസ് മേധാവി അടക്കമുള്ളവരെല്ലാം ശരണം വിളിക്കേണ്ടി വന്നു. എന്ന് വെച്ചാൽ അവരെല്ലാം ഇന്ന് പരാജയപ്പെടും നിയമവാഴ്ച നടപ്പാക്കുന്നത്. കാരണം ഇത് നടത്തിയിരുന്നത് 10 തവണ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ നടത്തിക്കൊണ്ട് ജയിലുകളിൽ അടയ്ക്കപ്പെട്ടിട്ടുള്ള, ഏകാന്ത തടവിൽ വിധിക്കപ്പെട്ട, കണ്ടംപ്റ്റ് സെല്ലിൽ പോലും അടച്ച് കഴുത്തിൽ നിന്ന് ചങ്ങല ഉത്തരത്തിലേക്ക്, 2 കാലിലും ചങ്ങല വലിയ തൂണുകളിലേക്ക് 2 കൈകളും കെട്ടിയിട്ട് 24 മണിക്കൂറും സെല്ലിൽ ഇട്ടിട്ട് പോലും ആ സെല്ലുകളിൽ നിന്നെല്ലാം വിദഗ്ധമായി രക്ഷപ്പെട്ട് 10 തവണ പുറത്തു വന്നിട്ടുള്ള 152 അടി ഉയരത്തിലുള്ള മതിലിന് താഴെ ഒഴുകുന്ന നദിയാണ്, പാറക്കെട്ടുള്ള നദിയാണ്. അവിടേക്ക് എടുത്തു ചാടിയിട്ടും ജീവനോടുകൂടി പുറത്തേക്ക് വന്ന 10 രീതിയിൽ ശബ്ദം മാറ്റി സംസാരിക്കാൻ അറിയാവുന്ന, 10 രീതിയിൽ ശരീരം മാറ്റി നടക്കാനും ഇരിക്കാനും അറിയാവുന്ന ഒന്നാന്തരം കള്ളൻ, ക്രിമിനൽ യൂജിൻ വിഡോക്ക് എന്നാണ് പേര്. യൂജിൻ വിഡോക്ക് എന്ന് പറഞ്ഞ ഈ ഒരു കുറ്റവാളികളുടെ സംഘം വളരെ വലുതായിരുന്നു. എൻറ്റയർ ഫ്രാൻസ് മുഴുവൻ ഇവരുടെ അഴിഞ്ഞാട്ടമായിരുന്നു. പക്ഷെ അപ്പോഴും സ്വന്തം മകളെ പീഡിപ്പിക്കുന്ന അത്രയ്ക്ക് തരം താഴ്ന്നില്ല യൂജിൻ വിഡോക്ക്. അവസരങ്ങളെ മൊത്തം നമ്മളെല്ലാം രക്ഷിക്കട്ടെ, പെൺമക്കളെ പ്രത്യേകിച്ചും. ശരി, പത്രം വായിക്കുന്നവർക്ക് മനസ്സിലാവും. ഏതായാലും യൂജിൻ വിഡോക്കിന്റെ ശല്യം സഹിക്കാനാവാതെ അവിടുത്തെ പോലീസ് മേധാവി, പ്രതിപക്ഷം വന്ന് പറഞ്ഞു, ഒന്നല്ലെങ്കിൽ നിങ്ങൾ പോലീസ് മേധാവി പണി എറിഞ്ഞിട്ട് പോകണം, ഇത്രയും ക്രിമിനൽസ് ഇവിടെ അടിഞ്ഞാടുകയാണ്, അവരെ ഭയന്ന് നിങ്ങൾ മാറി നിൽക്കുകയാണ്. അപ്പൊ പോലീസുകാർക്ക് ഈ ക്രിമിനൽസ് ഇങ്ങനെ അവരെ പറ്റിക്കുന്ന സമയത്ത് അവർക്ക് ആ ദേഷ്യം ആരോടാ തീർക്കുക? സാധാരണക്കാർ ആ വഴിയിലേക്ക് ഒരു അടിക്ക് വേറെ നിവർത്തിയില്ല. അങ്ങനെയാണ് ഉണ്ടാവുക. പ്രഷർ എവിടെയെങ്കിലും കൊണ്ട് ചെലുത്തണ്ടേ, മേലധികാരികൾ കൊടുക്കുന്ന പ്രഷർ എവിടെയെങ്കിലും കൊണ്ട് ചെലുത്തണ്ടേ, ഏതെങ്കിലും പാവപ്പെട്ടവനെ നെറുകെ അടിച്ച് പൊടിച്ചിട്ടെങ്കിലും സമാധാനം നേടണ്ടേ. അങ്ങനെ ഒരു കൊടും ക്രിമിനലായ യൂജിൻ വിഡോക്ക് രക്ഷയില്ല, അവന്റെ മുമ്പിൽ രക്ഷയില്ലാതെ ഫ്രാൻസിലെ പോലീസ് സേന തോറ്റു മടങ്ങിയ സമയത്ത് ഭരണകക്ഷി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. എടോ, നിങ്ങളെ കൊണ്ട് ഇവരെയൊന്നും ഒതുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവനെ പിടിച്ചിട്ട് ഇവിടുത്തെ DGP എന്ന് പറഞ്ഞു. നിങ്ങളെ കൊണ്ട് ഇവരെയൊന്നും ഒതുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ക്രിമിനലിനെ പിടിച്ചിട്ട് ഇവിടുത്തെ DGP ആക്കുക. എന്നാൽ അത്രയും സമാധാനം ഉണ്ടാവുമല്ലോ. ക്ലാസ്സിൽ ഏറ്റവും മിന്നനെയാണോ ലീഡർ ആക്കുക, എന്നാ പിന്നെ ബാക്കിയുള്ളവർ കുഴപ്പമുണ്ടാക്കൂലല്ലോ എന്ന് പറഞ്ഞ പോലെ. അപ്പോഴാണ് DGPക്ക് ഒരു ആശയം മനസ്സിൽ തോന്നിയത്, വലിയ ക്രിമിനൽ ആയിട്ടുള്ള യൂജിൻ വിഡോക്കിനെ ഒന്ന് കാണണം, കണ്ടിട്ട് ഓനോടൊന്ന് ചോദിക്കണം, എങ്ങനെയാണോ ഈ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത്, എങ്ങനെയാ നീ ഞങ്ങൾ എങ്ങനെയൊക്കെ നിന്നെ കണ്ടംപ്റ്റ് സെല്ലിൽ അടച്ചിട്ട് നീ രക്ഷപ്പെട്ടു പോകുന്നത് എങ്ങനെയാ, നീ എങ്ങനെയാണ് പോലീസിനെ ഇത്ര വിദഗ്ധമായിട്ട് പറ്റിക്കുന്നത്, ക്രൂര കൊലപാതകങ്ങൾ നടത്തിയിട്ട് പോലും നീ എങ്ങനെ രക്ഷപ്പെടുന്നു, ഇതറിയാൻ ആഗ്രഹമുണ്ടായി. അങ്ങനെ അവിടുത്തെ പോലീസ് മേധാവി ഒരു കുറിപ്പ് എഴുതിയിട്ട് ഈ കൊള്ള സംഘത്തിൽ ഒരുത്തനെ ഏൽപ്പിച്ച് വിഡോക്കിന് കൊടുക്കാൻ പറയാണ്. വിഡോക്ക് ഒളിവിലാണ്, ജയിലിൽ ചാടിയതിനു ശേഷം 10ാം തവണയും എത്രയോ മൈലുകൾ നീന്തിയിട്ടാണ് അയാൾ ഫ്രാൻസിൽ തിരിച്ചെത്തിയത്. ഇറ്റലിയിൽ പോയിരുന്നു വ്യാപാരത്തിന്, അവിടെ തിരിച്ചു വീണ്ടും ഫ്രാൻസിലേക്ക് വന്നു.
ഫ്രാൻസിൽ വരുന്നതോടുകൂടി അയാള് മതം സ്വീകരിച്ച് അല്പം ശാന്തനായിട്ടാണ് ഇറ്റലിയിൽ നിന്ന് വന്നത്. 10ാം തവണ മടങ്ങിയത്. കാരണം അയാൾക്ക് തോന്നി മതിയാക്കാം, ബലാത്സംഗവും കൊള്ളയിടിയും കൊള്ളിവെപ്പും വെട്ടിക്കൊലപാതകവും വെടിവെപ്പും കണ്ട് മടുത്തു, ഇനിയിപ്പോ നിർത്താം ഇന്ന് കരുതി വരുന്ന സമയത്താണ് DGPയുടെ കുറിപ്പ് കിട്ടുന്നത്. എന്താണ്? താങ്കളെ അടിയന്തരമായിട്ട് കാണേണ്ടതുണ്ട്. തിരിച്ചൊരു കുറിപ്പ് പോയി. എന്താ കുറിപ്പ് അറിയോ? ഞാൻ വരാം, എന്നെ അറസ്റ്റ് ചെയ്ത്, കാരണം പോലീസുകാരുടെ സ്വഭാവം നന്നായിട്ട് അറിയാം. ഒന്ന് വാങ്ങുവാനെ ചോദിക്കട്ടെ എന്ന് വിളിച്ചാൽ കൊണ്ടുപോകുക. പറയുന്ന വാക്കും ചെയ്തിയും രണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ ദ്വന്ദ്വ വ്യക്തിത്വമാവുകയും സ്വയം കാർക്കിച്ച് തുപ്പുന്നതിന് തുല്യമായി തീരുകയും ചെയ്യും. ഒന്ന് വാങ്ങുവാൻ ഒന്നും ചെയ്യില്ല, നിന്നൊന്ന് ചോദിക്കാനെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടോട്ട് അറസ്റ്റിലായിട്ട് കിടക്കുന്ന അയ്യപ്പന്മാർ ഇപ്പോഴും ഉണ്ട് ഇല്ലേ? അതൊക്കെ തെറ്റാണ്. അതൊന്നൊരു വ്യക്തിക്ക് ചേർന്നതല്ല, മനുഷ്യത്വത്തിന് ചേർന്നതുമല്ല, നീതി നിർവഹണമല്ല, അത് രാഷ്ട്രീയ കുതന്ത്രം മാത്രമാണ്. ശരി, അങ്ങനെ വിഡോക്ക് ഒരു നിബന്ധന വെച്ചു. ഞാൻ നിങ്ങളെ വന്ന് കാണും എന്റെ സമയത്തിന്, പക്ഷെ എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ശരി, ഇദ്ദേഹം പറഞ്ഞു, പോലീസ് സേനാ മേധാവി പറഞ്ഞു, ഇല്ല നിങ്ങൾ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ വന്നോളൂ. ഏത് ദിവസം വരുമെന്നും വിഡോക്ക് പറഞ്ഞില്ല. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം ഫ്രാൻസിൽ ആക്രമണങ്ങൾ അരങ്ങേറിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം പോലീസ് മേധാവി നോക്കുമ്പോ ഗേറ്റ് കടന്ന് വൃദ്ധനായ ഒരു പുരോഹിതൻ, ഒരു ക്രിസ്തീയ പുരോഹിതൻ, കൂലിക്കൂടി വടിയൂന്നി ഇടക്കിടയ്ക്ക് നിന്ന് ശ്വാസം എടുക്കാൻ കഷ്ടപ്പെട്ടു വരുന്ന വൃദ്ധനായ പുരോഹിതനെ കണ്ടു. മെല്ലെ മെല്ലെ പടി കയറി വന്ന് ഓരോ ചലനത്തിലും വാർദ്ധക്യത്തിന്റെയും ദൗർബല്യത്തിന്റെയും അടികളായിരുന്നു വെച്ചിരുന്നത്. ശ്വാസം എടുക്കാൻ തന്നെ നന്നായി കഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം അടുത്ത് വന്ന് മേലെ കയറി DGPയുടെ മുമ്പിൽ നിന്നിട്ട് പെട്ടെന്ന് നിവർന്നു നിന്നപ്പോ 6 അടി 3 ഇഞ്ച് ഉയരമുള്ള ഒരു മനുഷ്യൻ, അതുപോലെ കൂലിക്കൂടിയ ആളല്ല, നിന്നിട്ട് പറഞ്ഞു, ഞാൻ യൂജിൻ വിഡോക്ക്, നിങ്ങളെന്നെ കാണുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ പോലീസ് മേധാവി ഞെട്ടിപ്പോയി. നമ്മുടെ കേമ ഗേറ്റിന്റെ അവിടെ നിന്ന് 100 മീറ്റർ ദൂരം നടന്നു വന്നു പടി കയറിയതും കണ്ടാൽ നിങ്ങൾ അടുത്ത നിമിഷം മരിക്കുമെന്ന് തോന്നിപ്പോ. അത്രയ്ക്ക് ശരീരമാറ്റം വിഡോക്കിന് കഴിവുണ്ടായിരുന്നു. കേരളത്തിൽ അങ്ങനെയൊന്നുമല്ല. കൊടും ക്രിമിനലൊക്കെ വെള്ള നല്ല കുപ്പായിട്ടാ നന്നായി ഒരു ബോധ്യായി കേരളത്തിലുള്ളത്, അല്ലാതെ സ്വഭാവമൊന്നും മാറില്ല. വിഡോക്ക് പറഞ്ഞു, നിങ്ങൾ എന്തിനാ വിളിപ്പിച്ച് പെട്ടെന്ന് പറയൂ. പോലീസ് മേധാവി പറഞ്ഞു, നിനക്കറിയാമല്ലോ ഫ്രാൻസ് കത്തി അമരുകയാണ്, എന്റെ തൊപ്പി തെറിക്കുന്ന അവസ്ഥയാണ്. നീ ഈ രാജ്യത്തെ ഒന്ന് ശുദ്ധീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ക്രിമിനൽസിന്റെ രീതികൾ, ക്രിമിനലുകൾ എങ്ങനെയൊക്കെ പെരുമാറും, എങ്ങനെയൊക്കെ കൊല്ലും, എങ്ങനെയാണ് തെളിവ് നശിപ്പിക്കുന്നത്, എങ്ങനെയാണ് കൊല്ലാതെ പോയി സാഹിബ് ഒളിപ്പിക്കുന്നത്, ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അതുവരെ അവർക്ക് ചുറ്റും അറിയില്ലായിരുന്നു. എഴുത്തിന്റെ അച്ഛൻ, എഴുത്തച്ഛൻ, മലയാള സാഹിത്യത്തിന്റെ പിതാവ്, ഭാഷയുടെ പിതാവ് എഴുത്തച്ഛനാണ്. അതുപോലെ പോലീസുകാരെ മഹസർ റിപ്പോർട്ട് എഴുതാൻ പഠിപ്പിച്ച പോലീസുകാരുടെ ഗുരുനാഥൻ, ലോകം കണ്ട ഏറ്റവും വലിയ കുറ്റവാളിയായ യൂജിൻ വിഡോക്കാണ്. അവിടെ നിന്നാണ് പോലീസിന്റെ ക്രിമിനോളജിയുടെ ചരിത്രം തുടങ്ങുന്നത്. കുറ്റവാളിയിൽ നിന്നാണ് പാഠം പഠിച്ചിരിക്കുന്നത്. അത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, അത് നന്നായി. കാരണം അതുകൊണ്ട് എത്രയോ കൊലപാതകങ്ങൾ തെളിയുന്നു, എത്രയോ കള്ള കേസുകൾ തെളിയുന്നു, എത്രയോ മോഷണങ്ങൾ തെളിയുന്നു, എത്രയോ കൊലപാതകങ്ങൾക്ക് തുമ്പുണ്ടാവുന്നു. കേരള പോലീസ് ഈ വിഷയത്തിൽ അതിവിദഗ്ധന്മാരുമാണ്, സമ്മതിച്ചേ തീരും. കാരണം ലോക പോലീസിന് തന്നെ മാതൃകയായ രീതിയിൽ അനേകം കേസുകൾ തെളിയിക്കാൻ ബിഷപ്പ് ഫ്രാങ്കോട് ഒഴിച്ചിട്ട് ബാക്കിയൊക്കെ ഏകദേശം നല്ല രീതിയിൽ തന്നെയാണ് കേരള പോലീസ് നടത്തിയിരുന്നത്. ഇതിന്റെ രാഷ്ട്രീയ സ്വാധീനം കൂടി വരുമ്പോൾ പോലീസ് സേനയുടെ കൈ രണ്ടും കെട്ടിയതുപോലെയാണ്. അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പൊ നാട്ടിൽ നിയമവാഴ്ചയും കുറയും, രാഷ്ട്രീയ വിരോധം തീർക്കൽ മാത്രമായി തീരുമാനിക്കും. മഹസർ എന്ന പദം ഫ്രഞ്ച് പദമാണ്. പോട്ടെ, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, പ്രഥമ വിവരങ്ങൾ എഴുതുന്ന ഒരു കൊലപാതകമോ ഒരു കേസോ നടന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രഥമ വിവരങ്ങൾ എഴുതുന്ന FIR എഴുതാൻ ആരാ പഠിപ്പിച്ചത്? യൂജിൻ വിഡോക്ക്. ഒരു കൊലപാതകം നടന്നാൽ സ്ഥലം സന്ദർശിക്കണമെന്നും അവിടെയുള്ള രേഖകൾ ശേഖരിക്കണമെന്നും ആരാ പഠിപ്പിച്ചത്? മഹസർ എഴുതുക. ആരാ പഠിപ്പിച്ചത്? മഹസർ എന്ന് പറഞ്ഞാൽ എന്താ? ശവശരീരം പറയുന്ന കഥ എന്നാണ്. ആ കഥയൊക്കെ വായിച്ചിട്ട് വേണം പ്രതിയെ കണ്ടെത്താൻ. അതാരാ പഠിപ്പിച്ചത്? യൂജിൻ വിഡോക്ക്. ഇത് ക്രിമിനോളജി ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുത്ത് തളച്ച കഥയാണ്. അതുകൊണ്ടാണ് വീണ്ടും നിങ്ങളോട് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സേന ഒരു സംസ്ഥാനത്ത് ഏതാനും അയ്യപ്പന്മാർ കൂടിയെന്ന് അവരുടെ ആരാധനാലയത്തിൽ നാമം ജപിക്കുമ്പോൾ അതൊരു വലിയ സംഭവമായി കണ്ട് വടം കെട്ടുന്നത് പറയുമ്പോൾ അത് ഈ
ചരിത്ര വഴിക്കൊരു അപമാനമാണ്. പോലീസ് സഞ്ചരിച്ചു എന്നൊരു ചരിത്ര വഴിയുണ്ട്, അതിന് അപമാനമാണ്. അത്രയും ഞാൻ പറഞ്ഞു. ഞാനാണ് ഈ കഥ മുഴുവൻ വളച്ചു കിട്ടി പറഞ്ഞത്. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ക്രിമിനലുകൾ, ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ ഒരു സുഹൃത്തിന്റെ പേഴ്സൺ മോഷണം പോയപ്പോ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോ അവിടെ നിന്ന് പോലീസുകാരൻ ഉടനെ ബസ് സ്റ്റാൻഡിൽ മുഖ്യമായിട്ട് മോഷ്ടിക്കുന്ന ഒരാളെ വിളിച്ചു എന്നാ പറയും. എവിടെയാണ് ഈ ഉള്ളത്? ഞാൻ എന്റെ ബസ് സ്റ്റാൻഡിൽ ആ ഒരു പേഴ്സ് പോയിട്ട് അത് കിട്ടിയോ? ആ ബന്ധം എങ്ങനെയാ വരുന്നത്? അത് വിഡോക്ക് പറഞ്ഞു കൊടുത്താ. ക്രിമിനലുകളെ പിടിക്കണമെങ്കിൽ ക്രിമിനലുകൾ കൂടെ നിന്ന് പ്രവർത്തിച്ചാൽ പറ്റും എന്നത്. പക്ഷെ ശബരിമലയിലുള്ളത് ക്രിമിനൽസ് അല്ല സർ. ഞങ്ങൾ അയ്യനെ കാണാൻ വേണ്ടി പോകുന്ന, അയ്യപ്പനെ കാണാൻ വേണ്ടി പോകുന്ന പാവം ഭക്തന്മാരാണ്. ഞങ്ങളെ അടിച്ചാലും ശരണമയ്യപ്പ, ഇടിച്ചാലും ശരണമയ്യപ്പ, നെഞ്ചിൽ വെടിവെച്ചാലും ശരണമയ്യപ്പ. പക്ഷെ ഇതിന്റെയൊക്കെ മറുപുറം കാണാതെ പോകരുത്. അതായത് ചെറുവള്ളി എസ്റ്റേറ്റിൽ ഒരു വിമാനത്താവളം വരണമെന്ന് പലരും ആഗ്രഹിക്കുന്നു, അയ്യപ്പന്മാർ ഒഴിച്ച്. വിമാനത്തിൽ പോകാൻ മാത്രമുള്ള ഒരു ടൂറിസം ഒന്നും അവിടെ വേണ്ട. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടും അയ്യപ്പന്റെ പരിപാവനതയെ നശിപ്പിച്ചുകൊണ്ടും പൂങ്കാവനത്തെ തകർത്തുകൊണ്ടും ഒരു എയർപോർട്ട് അവിടെ വരണ്ട. എയർപോർട്ട് വന്നാൽ ഒരുപാട് പേർക്ക് ലാഭമുണ്ടാക്കാം, കീശ വീർപ്പിക്കാം, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ശബരിമലയിൽ ഇപ്പോൾ എയർപോർട്ടിന് അത്യാവശ്യമില്ലെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസും BJPയും ഒരുമിച്ച് നിൽക്കണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം കേരളത്തിലെ കോൺഗ്രസ് ചില നേതാക്കന്മാർക്കെങ്കിലും ശബരിമല വിഷയം മനസ്സിലായിട്ടുണ്ട്. ചിലർക്ക് അവരോട് ചർച്ച ചെയ്തിട്ട് ഈ ചെറുവള്ളി എസ്റ്റേറ്റിൽ ശബരിമലയിൽ ഒരു എയർപോർട്ട് വരിക, അതിപ്പോൾ ആ ചെറുവള്ളി എസ്റ്റേറ്റ് ബിലീവേഴ്സ് ചർച്ച് KP യോഹന്നാൻ എന്ന പാസ്റ്ററുടെ കയ്യിലാണ്. അവിടെ ഒരു എയർപോർട്ട് നിർമ്മിക്കുക. അവർ തമ്മിൽ ചില ബാന്ധവങ്ങൾ ഉണ്ടാവാം. അതൊന്നും നടപ്പിലാവരുത്. രാഷ്ട്രീയ ഇച്ഛാശക്തി കൊണ്ടും ഐക്യം കൊണ്ടും അത് തകർക്കണം. ശബരിമല പുണ്യ പൂങ്കാവനമായി തുടരണം. ഈ തിരക്ക് നിയന്ത്രിക്കുന്നതൊക്കെ എന്തിനാണ് നമുക്ക് മനസ്സിലാവും. ഒരു ഹൈ ക്ലാസ് ടൂറിസം മേഖല അത് വേണ്ട. ഒരു തീർത്ഥാടന കേന്ദ്രം മതി. ഇതുവരെ ഞങ്ങൾ പോയി സംതൃപ്തിയോടെ തൊഴുക. നമുക്ക് ശബരിമലയിൽ പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ പോലീസുകാരനോട് ബഹുമാനം തോന്നുന്നത്. ശരിയല്ല? കേരളത്തിലെ പോലീസുകാരോട് ശരിക്കും ബഹുമാനം തോന്നുന്ന ശബരിമലയിൽ പോകുമ്പോഴാണ്. നമ്മളെ പടി പിടിച്ചു കയറ്റുന്നത് മുതൽ എല്ലാ സേവനത്തിലും പോലീസുകാർ അവിടെ അയ്യപ്പ സ്വാമിയുടെ അവതാര മൂർത്തികളെ പോലെ നിന്നിരുന്ന ഒരു ശബരിമലയുണ്ട് കഴിഞ്ഞ വർഷം വരെ. ഇല്ലേ? നമ്മൾ അവരെ പോലീസ് സ്വാമി എന്നാ വിളിച്ചിരുന്നത്, അവര് നമ്മളെ അയ്യപ്പ സ്വാമി എന്നാ വിളിച്ചിരുന്നത്. ആ ഒരു ബന്ധം തകർത്ത് കളഞ്ഞത് ഈ സർക്കാർ ചെയ്ത ഏറ്റവും വലിയ വൃത്തികേടാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ആരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ ഒരു ആരാധനാലയത്തിൽ ഇത്രയും വലിയ പോലീസ് നടപടിയുടെ ആവശ്യം ഉണ്ടായിരുന്നോ? അത് ഉണ്ടാക്കി തീർത്ത കാലുഷ്യം എത്രയാണ്? അതുകൊണ്ട് മാത്രം ഇത്തവണ മാലയിടാത്ത എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അയ്യപ്പന്മാരുണ്ട്. എല്ലാ ജില്ലയിൽ നിന്നും 100 കണക്കിന് ബസ് പുറപ്പെടുന്ന ഒരു സീസണിൽ ഇപ്പോ 1-2 ബസ്സാണ് പുറപ്പെടുന്നത്. എല്ലായിടത്തും കച്ചവടം അതോടനുബന്ധിച്ച് തടച്ചു വളർന്നിരുന്നു. മാല വിൽപ്പനയും മറ്റ് പൂജാ സാമഗ്രി വിൽപ്പനയും ഒന്നും ഇപ്പൊ ഇല്ല. എന്ന് വെച്ചാൽ കേരളത്തിലെ ഹിന്ദു വിശ്വാസികളെ അയ്യപ്പ ഭക്തന്മാരെ ഒതുക്കി അടിച്ചൊതുക്കി നിലനിർത്തുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്തു. അത് ജനാധിപത്യപരമല്ല, ഫാഷിസമാണ്. സംശയമില്ലാതെ പറയാം. ഇനി ആ വിഷയമാണ് നിൽക്കുന്നത്. പറഞ്ഞു തേഞ്ഞ വിഷയമാണ്, പക്ഷെ മറന്നു പോകാൻ പാടില്ലാത്ത വിഷയമാണ്. ചെറുവള്ളി എസ്റ്റേറ്റിൽ ഒരു എയർപോർട്ട് ഹിന്ദുക്കൾക്ക് ആവശ്യമില്ല. അടിവരായിട്ട് പറയാം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അടുത്തത് ഒരു കഥയാണ്. 10 മിനിറ്റ് കൂടി എടുക്കും ഞാൻ. 10 മിനിറ്റ്. അടുത്ത കഥ ഇതാണ്. കാവ്യ വിശ്വനാഥൻ എന്ന് പറയുന്ന ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിനി, അണ്ടർ ഗ്രാജുവേറ്റ് ആണ് അവർ. അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥിനി Opal Mehta got kissed, got wild and got alive എന്നൊരു പുസ്തകം എഴുതി, ഒരു നോവൽ. ടീനേജ് ന്യൂജേഴ്സിയിലെ മറ്റും പെൺകുട്ടി സബർബൻ ജീവിതം നയിക്കുന്ന ടീനേജ് പെൺകുട്ടികളെ പറ്റിയ ഒരു കഥയാണ്. Opal Mehta got kissed, got wild and got alive എന്ന പുസ്തകം. ആ നോവൽ പ്രസിദ്ധീകരിച്ചത് ലിറ്റിൽ ബ്രൗൺ എന്ന കമ്പനിയാണ്. ആ പുസ്തകം ഇറങ്ങി ഏതാണ്ട് 1 വർഷം കഴിഞ്ഞതിന് ശേഷം വലിയ ഒരു കോപ്പിയടി വിവാദം ലോകമെമ്പാടും ഉണ്ടായി. കോപ്പിയടിക്ക് ഈ മറ്റുള്ളവരുടെ സാഹിത്യ സൃഷ്ടികൾ കോപ്പിയടിക്കുന്നതിന്റെ പേര് പ്ലേജറിസം എന്നാണ്. പ്ലേജറിസം. അങ്ങനെ കോപ്പിയടിച്ചു ഈ പെൺകുട്ടി എന്നാണ് പറയുന്നത്. ഈ കുട്ടി അതിനിടയ്ക്ക് $5 ലക്ഷം കരാറാണ് ഒപ്പിട്ടത് ഈ പുസ്തകത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് വലിയൊരു സിനിമയാക്കാൻ വേണ്ടി ഡ്രീം വേൾഡ് എന്ന് പറഞ്ഞ കമ്പനി, ഹോളിവുഡ് കമ്പനി ഏറ്റെടുക്കുകയും ചെയ്തു ഇവരുടെ ബുക്ക് സിനിമയാക്കാൻ വേണ്ടി. അങ്ങനെ പണവും സൗകര്യങ്ങളും പ്രശസ്തിയുമായി കഴിഞ്ഞുകൂടിയിരുന്ന സമയത്താണ് കാവ്യ വിശ്വനാഥനെതിരെ അതീവ ഗുരുതരമായിട്ടുള്ള കോപ്പിയടി വിവാദം വരുന്നത്.
അവരെ കോപ്പി അടിച്ചിരുന്നത് എക്സാക്ട് വരികളാണ്, 1-2 വാക്കുകൾ മാത്രം അവർ മാറ്റി. അത് മേഗൻ എഫ് മെക്കാഫർട്ടി എന്ന സ്ത്രീ, മേഗൻ എഫ് മെക്കാഫർട്ടി എന്ന എഴുത്തുകാരിയുടെ റാൻഡം ഹൗസ് പബ്ലിഷ് ചെയ്യുന്ന പുസ്തകത്തിൽ 2 പുസ്തകങ്ങളാണ്. ഞാൻ പറയാം, ഒന്നാമത്തെ പുസ്തകത്തിന്റെ പേര് സ്ലിപ്പറി ഫേഴ്സ് എന്നാണ്. രണ്ടാമത്തെ പുസ്തകത്തിന്റെ പേര് സെക്കൻഡ് ഹെൽപ്പിംഗ്സ് എന്നാണ്. ഇങ്ങനെ 2 പുസ്തകങ്ങൾ, അവർ എഴുതിയ 2 പുസ്തകങ്ങളിൽ നിന്ന് കോപ്പി അടിച്ച് ഇവരുടെ പുസ്തകത്തിനുള്ളിൽ തിരികെ ആ വാക്കുകൾ തന്നെ ബാച്ചും വാക്കുകൾ മാറ്റാതെ ചില വാക്കുകൾ മാത്രം മാറ്റി. ഉദാഹരണത്തിന് ഇപ്പോ മെക്കാഫർട്ടിയുടെ പുസ്തകത്തില് ഒരു ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഡയറ്റ് കോക്സ് ഫ്രം സിനിബോൺ എന്ന് എഴുതിയിരിക്കുന്നത് ഡയറ്റ് കോക്സ് അറ്റ് മിസസ് ഫീൽഡ്സ് എന്നുള്ളൊരു വാക്കുകൾ മാറ്റി ഹി എന്നുള്ളത് ഷീ എന്നാക്കുക എന്നൊക്കെ പറയുന്നത്. ഇപ്പോ ദീപ നിശാന്ത് പെട്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഒരു പ്ലേജറിസത്തിലാണ്. അവർ പറയുന്നത് കലേഷിന്റെ കവിതയിൽ നിന്ന് ഞാൻ ഒരു വാക്കേ മാറ്റിയിട്ടുള്ളൂ, അത് അവൻ എന്നുള്ളത് ഞാൻ അവളെന്നാക്കിയതാണ്. എങ്കിലും അത് ലോകോത്തരമായ പ്ലേജറിസമാണ്. കാവ്യ വിശ്വനാഥന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഏത് വിധേനയും ഹിന്ദുക്കളുടെ മേൽ വെക്കിട്ട് കയറിയിട്ടാണെങ്കിലും നവോത്ഥാനം എന്ന് ഓമന പേരിട്ട് വിളിച്ചത് ഒരു മതവിഭാഗത്തെ മാത്രം വിമർശിച്ചുകൊണ്ടാണെങ്കിലും നിങ്ങൾ നടത്തുന്ന കാപട്യങ്ങളൊക്കെ അയ്യപ്പൻ ഓരോ ദിവസവും പൊളിച്ചു കാട്ടുന്നുണ്ട് എന്നത് തന്നെയാണ് ഞങ്ങൾ ഹിന്ദുക്കളുടെ വിശ്വാസവും ഞങ്ങളുടെ ആശ്വാസവും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു കല്ലല്ല. ഇപ്പൊ ഇന്നലെയായിട്ട് എനിക്കൊരാൾ ഒരു യൂട്യൂബിലുള്ള പുതിയ അയ്യൻ എന്ന് പറയുന്ന ഒരു കവിത, ഒരു BK ഹരിനാരായണൻ ബിജിബാൽ എന്ന സംഗീത സംവിധാനം കൂടി ചേർത്തുള്ള ഒരു സംഗതി. ഈ BK ഹരിനാരായണൻ എന്ന് പറഞ്ഞാൽ വളരെ സാഹിത്യ മൂല്യമില്ലാത്ത കവിതകൾ എഴുതുന്നതിൽ പ്രശസ്തനാണ്. സിനിമാ പാട്ടുകളൊക്കെ അത്രയധികം തരം താണത് ഇവരൊക്കെ എഴുതാൻ വന്നതിന് ശേഷമാണെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം BK ഹരിനാരായണന്റെ ഒരു കവിതയിലാണ് എനിക്ക് തോന്നുന്നത് കുറുകുന്ന കുയിൽ എന്നൊക്കെ എഴുതി. കുയില് കുറുകുവോ? നിങ്ങളുടെ അനുഭവത്തിലുണ്ടോ? പ്രാവ് കുറുകും അല്ലേ? പിന്നെ ചില വിപ്ലവ സിംഹങ്ങള് സ്ത്രീകളെ കാണുമ്പോഴും കുറുകും. ഈ കുയില് കുറുകുവോ? നിങ്ങൾ അറിയുമ്പോൾ പറയാം, എന്റെ തെറ്റാണ് പറയണത്. പ്രായമുള്ള അമ്മമാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. കുയില് കുറുകുവോ? ഇല്ല. പെണ്ണിനെ നോക്കിയാണ് കുയിലേ എന്ന് വിളിക്കുന്നത്. പാടുന്ന കുയിലേ. പാടുന്നത് ആൺകുയിലല്ലേ? പാടുന്നത് ആൺകുയിലാണെന്ന് തലയ്ക്ക് വെളിവുള്ള എഴുത്തുകാരനായ യൂസഫ് അലി കേച്ചേരിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആൺകുയിലേ തേൻകുയിലേ എന്ന് പാടിയത്. നിന്റെ സ്വരം കേട്ടണയും പെൺകിളിയെ പോലെ എന്ന് യൂസഫ് അലി കേച്ചേരി എഴുതാൻ കാരണം അദ്ദേഹത്തിന് കവിത എഴുതാൻ അറിയാമെന്നുള്ളതുകൊണ്ടാണ്. ഇന്ന് കവിത എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അപ്പോ അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്ക് ഏത് സ്വർഗം വിളിച്ചാലും ഉരുകി നിൻ ആത്മാവിൻ ആഴങ്ങളിൽ വീണ് പൊലിയുമ്പോഴാണ് എന്റെ സ്വർഗം എന്ന് എഴുതാൻ ONV കുറുപ്പിന് സാധിക്കുന്നതും അത് അതീവ മനോഹരമായി ആലപിക്കാൻ മധുസൂദനൻ നായർ സാറിന് കഴിയുന്നതും അവർ രണ്ടുപേരും ഒന്നാന്തരം കവികളായതുകൊണ്ടാണ്. കവിയാണ്, കവിയല്ല. കവി എന്നതിന് ഹരി എന്നൊരു പര്യായവുമുണ്ട്. ഇപ്പൊ അയ്യൻ എന്ന കവിതയിൽ ഇവർ എഴുതിയിരിക്കുകയാണ് എന്താണ് തന്ത്രമന്ത്ര അന്ധതാണ്. അയ്യപ്പനെ തന്ത്രമന്ത്ര അന്ധതയിൽ പിടിച്ചിട്ടിരിക്കാത്രേ. തന്ത്രവും മന്ത്രവും അന്ധതയാണെന്ന് പറഞ്ഞ ഇവര് ഒന്നാന്തരം ഹിന്ദു വിരുദ്ധരല്ലേ? കാരണം ഇന്ന് കേരളത്തിലെ ഏത് ക്ഷേത്രവും പരശുരാമ കൽപ്പിതമായ തന്ത്രത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാണെന്ന് ഇവിടുത്തെ കുട്ടികൾക്ക് പോലും പറയാം. തന്ത്ര സംവിധാനത്തെ, തന്ത്രിയെ, തന്ത്ര പാരമ്പര്യത്തെ, മന്ത്ര പാരമ്പര്യത്തെ കളിയാക്കാൻ വേണ്ടി മാത്രം പേനയുണ്ട്. ഹോളിവുഡ് ഡയറക്ടർക്ക് ആവശ്യം ഈ ക്രൂരത കാണിക്കുന്ന മറ്റൊരു സിനിമയിലേക്ക് കുറെ മൃഗങ്ങളായിരുന്നു. ഒറ്റ കണ്ടീഷൻ അദ്ദേഹം വെച്ചത്, എന്റെ സിനിമയിൽ അഭിനയിക്കുന്ന മൃഗങ്ങളൊക്കെ ഞാനൊന്ന് വിസിലടിച്ചാൽ അതുപോലെ അനുസരിക്കുന്നവരായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോ കണ്ണൂർക്കാരന്മാർ ഒന്നും പേടിക്കണ്ട, കേരളത്തിൽ കുറെ സാംസ്കാരിക നായകന്മാർ ഓരോ കൊണ്ടുപോയി ജംബോ സർക്കസിലെ മൃഗങ്ങൾ തോറ്റുപോകും. അത്രയ്ക്ക് അനുസരണയാണ് രാഷ്ട്രീയ നേതാക്കന്മാരോട്. ഇവിടെ തന്റെ രാഷ്ട്രീയ പാർട്ടികളോട് പെണ്ണുങ്ങളെ പീഡിപ്പിച്ച ഒരാളെ വെട്ടിക്കൊന്നാൽ വായ തുറക്കൂല, അല്ലാത്തപ്പം കുറച്ചുകൊണ്ടേ ഇവരെ കൊണ്ടുപോയി നല്ല ജംബോ സർക്കസ് തന്നെ നടത്താമെന്ന് പറഞ്ഞത് കഥയാണ് കേട്ടോ. അപ്പൊ ഈ കോപ്പി അടിക്കാനായിട്ടുള്ള കവികളും എഴുത്തുകാരും ആവശ്യത്തിന് വായ തുറക്കാത്ത രാഷ്ട്രീയ അന്ധത ബാധിച്ചിരിക്കുന്ന സർക്കസ് മൃഗങ്ങളെ പോലെയുള്ള
കൂടാര സാംസ്കാരിക നായകന്മാരും ചേർന്നൊരുക്കുന്ന നവോത്ഥാനം ഹിന്ദു വിരുദ്ധതയാണെന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് കാലതാമസം ഒന്നും വേണ്ടി വന്നില്ല. 2018 അയ്യപ്പൻ തുറന്നു കാണിച്ചു തന്നു. BK ഹരിനാരായണൻ എഴുതിയിരിക്കുകയാണ്, തന്ത്രമന്ത്ര അന്ധതയാണത്രേ. നമുക്ക് തന്ത്രവും മന്ത്രവും അന്ധതയാണെങ്കിൽ പിന്നെ അയ്യപ്പനെ പ്രണവസ്വരൂപൻ എന്തിനാ വിളിക്കുന്നത്? അയ്യപ്പൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പഞ്ചഭൂതാദിനാഥൻ തന്നെ. അവിടുത്തെ പൂജ കാലങ്ങളായിട്ട് തന്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ ഇവര് പറഞ്ഞ രീതിക്കാണോ പൂജ? പിന്നെ പറയുന്നു ആര്യ വേദസ് എന്നൊരു പദം BK ഹരിനാരായണൻ എഴുതിയിരിക്കുകയാണ് അദ്ദേഹത്തിന് പുതിയ. എന്താണ് ആര്യ വേദസ്? ഒന്നും വല്ല വിവരം ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തു പറയും. എന്താണ് ആര്യ വേദസ്? ജാതവേദസ് എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ പര്യായമാണ്. ഉണ്ടായിട്ടുള്ള എല്ലാറ്റിനെ പറ്റിയും പൂർണ്ണമായി അറിവുള്ളത് അഗ്നിക്ക് മാത്രമാണെന്ന് പറയും. അതുകൊണ്ട് അഗ്നിദേവന് ജാതവേദസ് എന്ന് പേര്. ഇവൻ ആര്യവേദസ് എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ഒരർത്ഥവുമില്ലാത്ത കേവല പദങ്ങൾ എടുത്തിട്ട് സന്ധി വൈകല്യമെന്ന് ചാവാറായ പദങ്ങളെ കൊണ്ട് നിങ്ങൾ ഒരുക്കുന്ന കവിതകളുടെ മേലെ നിൽക്കും ഉദിച്ചുയർന്നു മാമന മേലെ ഉത്തരം നക്ഷത്രം വന്ന ഞങ്ങളുടെ കവിതകളും പാട്ടുകളും. അതുകൊണ്ട് അയ്യപ്പനെ പുതിയ കവിത എഴുതി തോൽപ്പിച്ചു കളയെന്ന് വിചാരിക്കല്ല മക്കളെ. നല്ല രീതിയിൽ ഇവിടെ ഒരു പാരമ്പര്യമുണ്ട്. തന്ത്രത്തിന്റെയും മന്ത്രത്തിന്റെയും പാരമ്പര്യമുണ്ട്. ജാതവേദസിന്റെ പാരമ്പര്യമുണ്ട്. ആര്യന്മാരുടെ പാരമ്പര്യമുണ്ട്. എന്താ ആര്യന്മാരെന്ന് പറഞ്ഞാൽ? ശ്രേഷ്ഠന്മാരുടെ, ശിഷ്ടന്മാരുടെ, നല്ലത് ആചരിക്കുന്നവരുടെ. രാവണന്റെ പോലും പേര് ആര്യപുത്ര എന്നാണ് ഭാര്യ വിളിച്ചത്, ശ്രേഷ്ഠനായതുകൊണ്ടാണ്. ശ്രേഷ്ഠന്മാരുടെ ഒരു പാരമ്പര്യം ഇവിടെ ഉണ്ട്. ശ്രേഷ്ഠത ജാതിയിലല്ലെന്നുള്ളത് എഴുത്തച്ഛൻ തെളിയിച്ചതാണ്. ഉത്തരേന്ത്യയിൽ പോകുമ്പോൾ അത് നമ്മുടെ ജ്ഞാനേശ്വരി എഴുതിയ സന്ത് ജ്ഞാനേശ്വരർ തെളിയിച്ചതാണ്. കേരളത്തിൽ മാതാ അമൃതാനന്ദമയി ദേവി തെളിയിച്ചതാണ്. ഞങ്ങളുടെ ആര്യത്വം എന്ന് പറയുന്നത് ശ്രേഷ്ഠതയിലാണ്, സംസ്കാരത്തിലാണ്. ആ സംസ്കാരത്തിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി ഉപസഞ്ചാരം നടത്തുന്ന എഴുത്തുകാരെയും സാംസ്കാരിക ജീവികളെയും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അമ്മയുടെ പാതാരബന്ധങ്ങൾ സമർപ്പിക്കട്ടെ. ഹര ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ്.